ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മൈക്രോബയോളജിയുടെ പോർഷൻസ് ആണ് നോക്കുന്നത്. മൈക്രോബയോളജിയുടെ ഹിസ്റ്ററി പോർഷൻസിൽ നമ്മൾ മൈക്രോബയോളജിയുടെ ആദ്യത്തെ രണ്ട് ഈറാസ് ഓഫ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ആദ്യത്തെ രണ്ട് ഹിസ്റ്റോറിക് ഈറാസ് നമ്മൾ നോക്കി. ഡിസ്കവറി ഈറ നോക്കി, അതുപോലെ തന്നെ ട്രാൻസിഷൻ ഈറ നോക്കി. ഇനി നമ്മൾ പോകുന്ന ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അധികം റിമാർക്കബിൾ ആയിട്ടുള്ള മൈക്രോബയോളജി ഹിസ്റ്റോറിക് ഈറയിലേക്കാണ്. ദാറ്റ് ഈസ് നമ്മൾ പോകുന്നത് ഇനിയുള്ളത് ഗോൾഡൻ ഈറ ഓഫ് മൈക്രോബയോളജി എന്ന് പറയും. അപ്പോൾ ഗോൾഡൻ ഈറയിൽ ആണ് മേജർ ആയിട്ടുള്ള ബ്രേക്ക് ത്രൂ ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചത്. സോ ഗോൾഡൻ ഈറ എന്ന് പറയുമ്പോൾ ഗോൾഡൻ ഈറയിൽ നമ്മൾ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മൈക്രോബയോളജി എന്ന് പറയുന്ന ഫീൽഡിലേക്ക് നമ്മൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന സയൻറ്റിസ്റ്റാണ് ലൂയിസ് പാസ്റ്റർ. അപ്പോൾ ലൂയിസ് പാസ്റ്ററിൻ്റെ ഫൈൻഡിങ്സും അദ്ദേഹത്തിൻ്റെ ഇന്നോവേഷൻസ് ഒക്കെ നടന്ന ഈറയാണ് ഗോൾഡൻ ഈറ എന്ന് നമ്മൾ മെയിനായിട്ട് പറയാം. സോ ഗോൾഡൻ ഈറയിൽ ലൂയിസ് പാസ്റ്റർ നമുക്കറിയാം. ലൂയിസ് പാസ്റ്ററിനെ പറ്റി പറയുമ്പോൾ ഹീ ഈസ് ദ ഫാദർ ഓഫ് മൈക്രോബയോളജി അല്ലെങ്കിൽ ഫാദർ ഓഫ് മോഡേൺ മൈക്രോബയോളജി ഓർ ഫാദർ ഓഫ് ബാക്ടീരിയോളജി, ഇങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് ലൂയിസ് പാസ്റ്റർ ആണ്. ഹീസ് എ ഫ്രഞ്ച് കെമിസ്റ്റ്. ഇനിഷ്യലി ഒരു ഫ്രഞ്ച് കെമിസ്റ്റ് ആയിരുന്നു. ഫെർദർ ആണ് അദ്ദേഹം മൈക്രോബയോളജി അല്ലെങ്കിൽ മൈക്രോബിയൽ സ്റ്റഡിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് അതാണെന്ന് കണ്ടെത്തി അങ്ങനെയൊക്കെ തിരിഞ്ഞത്. മെയിനായിട്ടും ലൂയിസ് പാസ്റ്ററിൽ പറയുമ്പോൾ നമുക്കറിയാം പാസ്ചറൈസേഷൻ, അതുപോലെ തന്നെ വാക്സിനേഷൻ, ഫെർമെൻറ്റേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഇങ്ങനത്തെ പുതിയ ഇന്നോവേഷൻസ് ഒക്കെ കൊണ്ടുവന്നത് അദ്ദേഹമാണ്. മെയിനായിട്ടും ഓർത്തിരിക്കുക, ഹീ ഈസ് ദ ഫാദർ ഓഫ് ബാക്ടീരിയോളജി ഓർ ഫാദർ ഓഫ് മൈക്രോബയോളജി ഓർ ഫാദർ ഓഫ് മോഡേൺ മൈക്രോബയോളജി. ഈ ടേംസിലൊക്കെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഈ ടൈറ്റിലൊക്കെ ഉള്ള ആളാണ് ലൂയിസ് പാസ്റ്റർ. നെക്സ്റ്റ്, ലൂയിസ് പാസ്റ്റർ ഫ്രഞ്ച് നേറ്റീവ് ആണ്, അല്ലെങ്കിൽ ഫ്രാൻസിലാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം. ഇനിഷ്യലി ഒരു കെമിസ്റ്റ് ആയിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റഡീസ് മൈക്രോ ഓർഗാനിസം ബേസ്ഡ് സ്റ്റഡീസിലേക്ക് മാറിയത്. സോ പാസ്ചറൈസേഷൻ എന്ന് പറയുന്ന ലൂയിസ് പാസ്റ്റർ ആ നെയിമിൽ തന്നെയുണ്ട്. പാസ്ചറൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ്? മൈക്രോ ഓർഗാനിസംസിനെ കില്ല് ചെയ്യാൻ, ഫ്രൂട്ട് ജ്യൂസസും പാക്കേജ്ഡ് ആയിട്ടുള്ള ഫ്രൂട്ട് ജ്യൂസസ്, മിൽക്ക്, ഇതിലൊക്കെ മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാനുള്ള മെത്തേഡാണ് പാസ്ചറൈസേഷൻ. സോ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തതും ലൂയിസ് പാസ്റ്റർ ആണ്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാസ്ചറൈസേഷൻ. ഇനീഷ്യലി പാസ്ചറൈസേഷൻ തുടങ്ങിയപ്പം അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിനെ നമ്മൾ എഡിബിൾ ആയിട്ടുള്ള മിൽക്ക്, ഫ്രൂട്ട് ജ്യൂസസ് ഇതുപോലുള്ള ഐറ്റംസിൽ നിന്നൊക്കെ കംപ്ലീറ്റ്ലി തുടച്ചു മാറ്റാനായിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി കില്ല് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് പാസ്ചറൈസേഷൻ. സോ ഇനിഷ്യലി ഈ പാസ്ചറൈസേഷൻ കൺവെൻഷണൽ മെത്തേഡ് അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ കൺവെൻഷണൽ എന്ന് പറയുന്ന ടേം കൊണ്ട് എപ്പോഴും ഉദ്ദേശിക്കുന്നത് ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ലീസ്റ്റ് ഡെവലപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റേജ് ഓഫ് മെത്തേഡാണ് കൺവെൻഷണൽ പാസ്ചറൈസേഷൻ. സോ കൺവെൻഷണൽ പാസ്ചറൈസേഷനിൽ ഓരോ മെത്തേഡും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാസ്ചറൈസേഷൻ നമ്മൾ നോക്കുന്നുണ്ട്. ആ ഇൻട്രൊഡ്യൂസ് ചെയ്ത പാസ്ചറൈസേഷനിൽ നമ്മൾ മെയിനായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് ടെമ്പറേച്ചർ, ഏത് ടെമ്പറേച്ചറിലാണ് മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യുന്ന പ്രോസസ്സ് നടക്കുക, അതുപോലെ തന്നെ എത്രയാണ് ആ പ്രോസസ്സിൻ്റെ ഡ്യൂറേഷൻ. ഇത് രണ്ടും മാത്രം നോട്ട് ചെയ്ത് വെച്ചാൽ മതി. സോ കൺവെൻഷണൽ പാസ്ചറൈസേഷൻ വരുമ്പം ഹീറ്റിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 63 and 65 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്. ഒരു ടെമ്പറേച്ചർ 63 to 65 ഡിഗ്രി സെൽഷ്യസ് ബിറ്റ്വീൻ ആണ് കൺവെൻഷണൽ പാസ്ചറൈസേഷൻ്റെ ആ ഒരു ടെമ്പറേച്ചർ. ആൻഡ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 minutes. Duration is 30 minutes. 63 to 65 degree Celsius 30 minutes and then cooling to the room temperature. നമ്മുടെ കോമൺ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ റൂം ടെമ്പറേച്ചറിലേക്ക് അതിനെ കൂൾ ചെയ്യുന്നു. ഇതാണ് കൺവെൻഷണൽ മെത്തേഡ് ഓഫ് പാസ്ചറൈസേഷൻ. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ കുറച്ചും കൂടി ആ പ്രോസസ്സിനെ കുറച്ചും കൂടി അഡ്വാൻസ് ചെയ്തിട്ട് നമ്മൾ ഫ്ലാഷ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനി ഫ്ലാഷ് പാസ്ചറൈസേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ 71 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരും. ആൻഡ് ദ ഡ്യൂറേഷൻ ഇവിടെയാണ് ഫ്ലാഷ്. നമുക്കറിയാം ഫ്ലാഷ് വിത്തിൻ സെക്കൻഡ്സ് ഒന്ന് മിന്നിമായുന്ന ഒരു ഫ്ലാഷ്. സോ ഇവിടെ ഫ്ലാഷ് എന്ന് പറയുന്ന ആ ടേമിൽ നിന്ന് നമുക്ക് മനസ്സിലാകും വളരെ കുറഞ്ഞ ഒരു സമയത്തേക്കാണ് നമ്മൾ ഫ്ലാഷ് പാസ്ചറൈസേഷൻ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഫോർ 15 seconds. സോ ഫ്ലാഷ് പാസ്ചറൈസേഷൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഫോർ അബൌട്ട് 15 seconds. ഇവിടെ കൺവെൻഷനിൽ ഇറ്റ് കംസ് ടു മിനിറ്റ്സ് ആയിരുന്നു. ഇനി ഫ്ലാഷിലേക്ക് വരുമ്പം ടെമ്പറേച്ചർ 71 ഡിഗ്രി സെൽഷ്യസ് വരും. 15 seconds ആ മിനിറ്റ്സിലുള്ള ഡ്യൂറേഷൻ കംസ് ടു സെക്കൻഡ്സ് ആയിട്ട് മാറി. ദാറ്റ് ഇസ് ഫ്ലാഷ് പാസ്ചറൈസേഷൻ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് അൾട്രാ ഹൈ പാസ്ചറൈസേഷൻ. അൾട്രാ ഹൈ പാസ്ചറൈസേഷൻ എന്ന് പറയുമ്പോൾ അഗെയിൻ ഹൈ ഇറ്റ് ഗോസ് ടെമ്പറേച്ചർ വീണ്ടും കൂടി വരുന്നു ടു 90 to 100 ഡിഗ്രി സെൽഷ്യസ് ഫോർ എ പീരിയഡ് ഓഫ് എ സെക്കൻഡ് ഓർ മോർ.
ഫ്യൂ സെക്കൻഡ്സ്, അഗെയിൻ അതും ഫ്യൂ സെക്കൻഡ്സ് മാത്രം ലാസ്റ്റ് ചെയ്യുന്ന ഒരു പാസ്ചറൈസേഷൻ പ്രൊസീജിയറാണ്. അപ്പം കൺവെൻഷണൽ എന്ന് പറയുമ്പോൾ 63 to 65 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 മിനിറ്റ്സ്. ഇനി ഫ്ലാഷ് എന്ന് പറയുമ്പോൾ 71 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 സെക്കൻഡ്സ്. അൾട്രാ ഹൈ എന്ന് പറയുമ്പോൾ 90 to 100 ഡിഗ്രി സെൽഷ്യസിൽ വേരി ചെയ്യുന്ന ടെമ്പറേച്ചർ ആൻഡ് ഇറ്റ് ഇസ് ഫോർ പീരിയഡ് ഓഫ് ഫ്യൂ സെക്കൻഡ്സ് മാത്രം ലാസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. സോ ദിസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാസ്ചറൈസേഷൻ നമ്മൾ പറയുന്നു. പാസ്ചറൈസേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ലൂയി പാസ്ചർ ആണ്. നെക്സ്റ്റ് ഫ്ലാഷ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത് ഹയർ ടെമ്പറേച്ചർ. നമ്മൾ ഫ്ലാഷ് എപ്പോഴും അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നു, ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഹയർ ടെമ്പറേച്ചറിലാണ് ഒരു ഷോർട്ട് ടൈമിൽ 15 സെക്കൻഡ്സ് അല്ലെങ്കിൽ ഒരു ഫ്യൂ സെക്കൻഡ്സ്, കൺവെൻഷണൽ മിനിറ്റ്സിൽ നിൽക്കുമ്പോൾ ഫ്യൂ സെക്കൻഡ്സ് മാത്രം ലാസ്റ്റ് ചെയ്യുന്നതാണ് ഫ്ലാഷ് പാസ്ചറൈസേഷൻ എന്ന് പറയുക. സോ ഇനി ഇത് കൂടാതെ ലൂയി പാസ്ചർ ആണ് ഒരുപാട് മൈക്രോബയോളജിയുടെ ഒരു ഇനീഷ്യൽ സ്റ്റാർട്ടിങ്ങിൽ കുറേ ടേംസ് കോയിൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹം. ടേം വാക്സിൻ, മൈക്രോബയോളജി, എയ്റോബിക്, എനീറോബിക്, ഇങ്ങനെയുള്ള ടേംസ് എല്ലാം കോയിൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ആ ടേംസ് എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന വ്യക്തി ലൂയിസ് പാസ്ചർ തന്നെയാണ്. സോ ഇനി അദ്ദേഹത്തിൻ്റെ പോസ്റ്റുലേറ്റ്സ് ആണ് ജേം തിയറി. ജേം തിയറി നമ്മൾ കഴിഞ്ഞ സെഷൻസിലൊക്കെ പറഞ്ഞു. സ്റ്റാർട്ടിങ് ഓഫ് ജേം തിയറി, ഒരു മൈക്രോ ഓർഗാനിസം ആണ് അല്ലെങ്കിൽ ഒരു ജേം ആണ് ഒരു ഡിസീസ് കോസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കോസിന് റീസൺ, അതിനുള്ള സ്റ്റാർട്ടിങ്, ജേം തിയറിയിലേക്കുള്ള സ്റ്റാർട്ടിങ് നമ്മൾ ഏർലി സ്റ്റേജിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഏൻഷ്യൻ്റ് ഇറ അല്ലെങ്കിൽ ബിഗിനിങ് ഇറായിൽ ഉണ്ടായിരുന്ന സയൻറ്റിസ്റ്റുകളൊക്കെ അതിലേക്ക് ഒരു സ്റ്റാർട്ടിങ് കൊടുത്തു എന്ന് പറഞ്ഞു. സോ ഹിയർ ഇവിടെ എന്ന് പറയുമ്പോൾ in Louis Pasteur, he postulated the germ theory of disease that infectious diseases are due to the activities of microorganisms. അപ്പോൾ germ theory ഒരു പോസ്റ്റുലേറ്റ് ആയി ഇൻഫെക്ഷ്യസ് ഡിസീസ് മൈക്രോ ഓർഗാനിസം കോസ് ചെയ്യുന്നു എന്നൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റുലേറ്റ് ആയിട്ട് കൊണ്ടുവന്നതും ലൂയിസ് പാസ്ചർ തന്നെയാണ്. ഇനി അടുത്തത് അദ്ദേഹത്തിൻ്റെ ഫർദർ ഫൈൻഡിങ്സ് ആണ് അല്ലെങ്കിൽ ഫർദർ ആയിട്ടുള്ള ഇന്നോവേഷൻസ് ആണ്. പാസ്ചർ ഡെവലപ്പ് ടെക്നിക്സ് ഫോർ കൾച്ചറിങ് ആൻഡ് എക്സാമിനേഷൻ ഓഫ് സെവറൽ ഡിസീസ് കോസിങ് ബാക്ടീരിയ. അപ്പം നമ്മളൊരു ബാക്ടീരിയയെ എങ്ങനെ നമുക്ക് ഗ്രോ ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഒരു ബാക്ടീരിയ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, അതാണ് കൾച്ചറിങ് മെത്തേഡ് എന്ന് പറയുക. സോ ഡിസീസ് കോസിങ് ബാക്ടീരിയയുടെ കൾച്ചറിങ് മെത്തേഡ്സിനുള്ള ഡിഫറെൻറ്റ് കൾച്ചറിങ് മെത്തേഡ്സ്. അതുപോലെ തന്നെ റാബീസ് വാക്സിൻ പ്രിപ്പയർ ചെയ്തതും ലൂയിസ് പാസ്ചർ ആണ്. ഹി പ്രിപ്പയർഡ് ഇറ്റ് ഫ്രം സ്പൈനൽ ഫ്ലൂയിഡ് ഓഫ് ഇൻഫെക്റ്റഡ് റാബിറ്റ്സ്. അതും പ്രത്യേകം നോട്ട് ചെയ്യുക. ഇൻഫെക്റ്റഡ് റാബിറ്റ്സിൽ നിന്നാണ് റാബീസ് വാക്സിൻ അദ്ദേഹം പ്രിപ്പയർ ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് അഡീഷണലി വാക്സിനേഷൻ. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ മൈക്രോബയോളജി, ദ സ്റ്റഡി ഓഫ് ലിവിങ് ഓർഗാനിസംസ് ഓഫ് മൈക്രോസ്കോപ്പിക് സൈസ്, അങ്ങനെ ഒരു ടേം അല്ലെങ്കിൽ മൈക്രോബയോളജിക്ക് ഒരു ഡെഫിനിഷൻ പോലെയുള്ള ഒരു ടേം. അതുപോലെ തന്നെ വാക്സിനേഷൻ, എയ്റോബിക്, അനെയ്റോബിക്, ഈ ടേംസ് എല്ലാം കോയിൻ ചെയ്തതും ലൂയിസ് പാസ്ചർ ആണ്. നെക്സ്റ്റ് ഇസ് റോബർട്ട് കോച്ച്. ഇപ്പോൾ ഗോൾഡൻ ഇറായിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഫാദർ ഓഫ് മൈക്രോബയോളജി ഒരു മോഡേൺ മൈക്രോബയോളജി എന്ന് പറയുന്നത് ലൂയിസ് പാസ്ചർ ആണ്. അദ്ദേഹത്തിൻ്റെ വേരിയസ് ഫൈൻഡിങ്സ് ആണ് ഗോൾഡൻ ഇറായിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സിമിലർ വേ റോബർട്ട് കോച്ച് മറ്റൊരു മൈക്രോബയോളജിസ്റ്റ് കം സയൻറ്റിസ്റ്റ് ആണ് റോബർട്ട് കോച്ച്. അപ്പോൾ എന്തൊക്കെയാണ് റോബർട്ട് കോച്ചിൻ്റെ ഫൈൻഡിങ്സ് നമുക്ക് നോക്കാം. റോബർട്ട് ഹെൻറിച്ച് ഹെർമൻ കോച്ച്, ഹിയസ് ഒരു ജർമ്മൻ നേറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. ഇനി അടുത്തത് അദ്ദേഹം ഒരു ഫിസിഷ്യൻ കം മൈക്രോബയോളജിസ്റ്റ് ആണ്. ഒരുപാട് ഇൻഫെക്ഷ്യസ് ഡിസീസസിനെ കണ്ടുപിടിച്ച വ്യക്തിയാണ്. മേജറായിട്ട് അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്സിലുള്ള ഇൻഫെക്ഷ്യസ് ഡിസീസസ് ആണ് ട്യൂബർകുലോസിസ്, കോളറ, ആന്ത്രാക്സ്. ഇത് മൂന്നും കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ അതിന് കോസിറ്റീവ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം, ആ ഓർഗാനിസത്തിൻ്റെ നേച്ചറൊക്കെ കണ്ടുപിടിച്ചത് റോബർട്ട് കോച്ചാണ്. സോ ഹീ ഈസ് നോൺ ആസ് വൺ ഓഫ് ദ ഫൗണ്ടേഴ്സ് ഓഫ് മോഡേൺ ബാക്ടീരിയോളജി. ബാക്ടീരിയൽ കണ്ടുപിടിച്ച ഓൾമോസ്റ്റ് ബാക്ടീരിയൽ വർക്ക്സ് ഒരുപാട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം. സോ ഹീ ഈസ് ഫൗണ്ടേഴ്സ് ഓഫ് മോഡേൺ ബാക്ടീരിയോളജി. അപ്പോൾ ഈ ഓരോ ടേംസ് പഠിക്കുമ്പോഴും പ്രത്യേകം മറന്നു പോവാതിരിക്കുക. ഹു ഈസ് ദ ഫാദർ ഓഫ് മൈക്രോബയോളജി, ഫാദർ ഓഫ് ബാക്ടീരിയോളജി, മോഡേൺ മൈക്രോബയോളജി, അതുപോലെ തന്നെ മൈക്രോസ്കോപ്പി. ഈ ടേംസ് പ്രത്യേകം സെപ്പറേറ്റ് എഴുതി നോട്ട് ചെയ്ത് പഠിക്കുക. സോ ഹിയർ റോബർട്ട് കോച്ച് എന്ന് പറയുന്നത് ബാക്ടീരിയോളജി, മോഡേൺ ബാക്ടീരിയോളജിയുടെ വൺ ഓഫ് ദ ഫൗണ്ടർ ആണ്. നെക്സ്റ്റ് എന്ന് പറയുക അദ്ദേഹത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫൈൻഡിങ്സ്. ഇൻ 1876 അദ്ദേഹം ഒരു ബാസിലസ് ആന്ത്രാക്സ് കോസ് ചെയ്യുന്ന ബാക്ടീരിയ അല്ലെങ്കിൽ ആന്ത്രാക്സ് കോസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസമാണ് ബാസിലസ് ആന്ത്രാസസ്. സോ അതിന് ഒരു ഗ്ലാസ് കൾച്ചർ അല്ലെങ്കിൽ ഒരു കൾച്ചറിൽ ബാക്ടീരിയൽ കൾച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്ത് അതിനൊരു ഗ്ലാസ് സൈഡിലെടുത്ത് അല്ലെങ്കിൽ അതിനെ ഡൈ ചെയ്ത് അതിനൊരു ഫോട്ടോഗ്രാഫി എങ്ങനെയോ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഇമേജ്
ഇമേജ് കണ്ടെത്തിയത് റോബർട്ട് കോച്ചാണ്. ഇറ്റ് വാസ് ഡൺ ഇൻ 1876. സോ 1876 അദ്ദേഹം ആന്ത്രാക്സ് എന്ന് പറയുന്ന ആ ഒരു ഡിസീസ് കോസ് ചെയ്യുന്ന ഓർഗാനിസത്തിനെയൊക്കെ കണ്ടുപിടിച്ചത്. അപ്പോൾ അതിനായിട്ട് അദ്ദേഹം ഒരു ബാക്ടീരിയൽ കൾച്ചർ, ഒരു ഡ്രൈ ഫിക്സ്ഡ് ബാക്ടീരിയൽ കൾച്ചർ ചൂസ് ചെയ്തു. അതിനെ സ്റ്റെയിൻ ചെയ്തിട്ടാണ് ഈ ഓർഗാനിസത്തിനെ വിഷ്വലൈസ് ചെയ്യുന്നത്. ഇൻ 1881 അദ്ദേഹം പ്യുവർ കൾച്ചർ, നമ്മളെപ്പോഴും പറയുമ്പോൾ ഒരു ബാക്ടീരിയയെ നമുക്ക് ഓൾറെഡി ഉള്ള അല്ലെങ്കിൽ ഒരു മൈക്രോ ഓർഗാനിസത്തിന് ഓൾറെഡി ഉള്ള ഒരു കൾച്ചറിൽ നിന്ന് നമുക്കൊരു പുതിയ കൾച്ചർ തുടങ്ങണമെങ്കിൽ നമ്മൾ യൂഷ്വലി ലാബ്സിൽ ഇപ്പോൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. നമ്മൾ ആ ഒരു ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്ക് സൊല്യൂഷൻ്റെ അകത്തുനിന്ന് ചെറിയൊരു പോർഷൻ ഒരു ലൂപ്പിലെടുത്തു, ഒരു വയർ ലൂപ്പിലെടുത്തു. ആ വയർ ലൂപ്പിലെടുത്ത് പുതിയ കൾച്ചർ പ്ലേറ്റിലേക്ക് നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈനോ അല്ലെങ്കിൽ സിക്സാഗ് ലൈനോ ആയിട്ട് കൊടുക്കുന്നു. ദാറ്റ് ഈസ് യൂസിങ് എ നീഡിൽ അല്ലെങ്കിൽ ഒരു പ്ലാറ്റിനം വയർ ലൂപ്പ്. സോ ഈ മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് റോബർട്ട് കോച്ചാണ് ഇൻ 1881. അതായത് ഒരു ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന സർഫസ് അല്ലെങ്കിൽ സസ്പെൻഷൻ എടുത്തിട്ട് ഒരു സോളിഡ് സർഫസിൽ കൊണ്ടുവന്നിട്ട് അതിൽ ലൈൻസ് ആയിട്ട് നമ്മൾ ഡ്രോ ചെയ്തിട്ട് അല്ലെങ്കിൽ ലൈൻസ് ആയിട്ട് മൂവ് ചെയ്തിട്ട് ആ പ്ലാറ്റിനം വയറിനെ മൂവ് ചെയ്തിട്ട് ബാക്ടീരിയയെ കൾച്ചർ ചെയ്യുന്നു. ഫെർദർ അദ്ദേഹത്തിൻ്റെ ഇൻവെൻഷനാണ് ഹി ഇൻവെൻറ്റഡ് ഹോട്ട് എയർ ഓവൻ ആൻഡ് സ്റ്റീം സ്റ്റെറിലൈസർ. സ്റ്റെറിലൈസേഷൻ മെത്തേഡിന് വേണ്ടി ഹോട്ട് എയർ ഓവൻ, അതുപോലെ തന്നെ സ്റ്റീം സ്റ്റെറിലൈസർ, സ്റ്റീം യൂസ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒബ്ജക്റ്റിനെ സ്റ്റെറിലൈസ് ചെയ്യുന്ന മെത്തേഡും അദ്ദേഹമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മെയിനായിട്ടും ഇൻഫെക്ഷ്യസ് ഡിസീസിൽ ഫോക്കസ് ചെയ്തിരുന്നു. 1876 ആന്ത്രാക്സ് ആൻഡ് 1882 ട്യൂബർക്യുലോസിസ് ആൻഡ് 1883 കോളറ. ഇതാണ് മെയിനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇൻഫെക്ഷ്യസ് ഡിസീസ് സൈഡിലുള്ള ഇൻവെൻഷൻസ്. നെക്സ്റ്റ് അദ്ദേഹം ബാക്ടീരിയൽ കൾച്ചർ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഗ്രോത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ മെയിനായിട്ട് കോച്ച് പോസ്റ്റ്ലേറ്റ്സ് അല്ലെങ്കിൽ കോച്ച് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ട് 4 ക്രൈറ്റീരിയാസ് ഉണ്ട്. ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ദ ഓർഗാനിസം മസ്റ്റ് ബി ഫൗണ്ട് ഇൻ ദ ടിഷ്യൂസ് ഓഫ് ആനിമൽസ് വിത്ത് ഡിസീസ് ആൻഡ് നോട്ട് ഇൻ ഡിസീസ് ഫ്രീ ആനിമൽസ്. അപ്പോൾ ഒരു കോച്ച് പോസ്റ്റ്ലേറ്റ് റിഗാർഡിങ് എന്താ പറയുക, ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷ്യസ് ഓർഗാനിസം എന്ന് പറയുന്ന അങ്ങനെ ഒരു ഓർഗാനിസം ഒരു ഇൻഫെക്ഷ്യസ് ഓർഗാനിസം ആണ് എന്നുള്ള ഒരു രീതിയിൽ അദ്ദേഹം കൊണ്ടുവന്ന ക്രൈറ്റീരിയാസ് ആണ്. 4 ബേസിക് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ ഉള്ള അല്ലെങ്കിൽ ഡിസീസ് ഉള്ള ആനിമലിൻ്റെ ടിഷ്യൂവിലായിരിക്കണം ഈ ഓർഗാനിസം ഉണ്ടാവുക. ഓക്കെ, ഡിസീസ് ഇല്ലാത്ത ഒരു ആനിമലിൽ ഈ ഓർഗാനിസം ഉണ്ടാവാൻ പാടില്ല. സോ ദ ഓർഗാനിസം മസ്റ്റ് ബി ഫൗണ്ട് ഇൻ ദ ടിഷ്യൂ ഓഫ് ആനിമൽ വിത്ത് ദ ഡിസീസ് ആൻഡ് നോട്ട് ഇൻ ഡിസീസ് ഫ്രീ ആനിമൽ. ഇനി സെക്കൻഡ് പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് ദ ഓർഗാനിസം മസ്റ്റ് ബി ഐസൊലേറ്റഡ് ഫ്രം ദ ഡിസീസ്ഡ് ആനിമൽ ആൻഡ് ഗ്രോൺ ഇൻ എ പ്യുവർ കൾച്ചർ ഔട്ട്സൈഡ് ദ ബോഡി ഓർ ഇൻ വിട്രോ. നെക്സ്റ്റ് നമ്മൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓർഗാനിസത്തിന് നമ്മൾ ആ ഡിസീസ്ഡുള്ള ഓർഗാനിസം ഡിസീസ്ഡുള്ള ആനിമലിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് പുറത്ത് നമ്മളതിനെ കൾച്ചർ ചെയ്തെടുക്കുന്നു. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ദ കൾച്ചർഡ് ഓർഗാനിസം മസ്റ്റ് ബി ഏബിൾ ടു ബി ട്രാൻസ്ഫേർഡ് ടു എ ഹെൽത്തി ആനിമൽ ഇൻ വിച്ച് സബ്സിക്വൻ്റ്ലി ഇറ്റ് ഷോ സൈൻസ് ഓഫ് ഇൻഫെക്ഷൻ. വൺസ് നമ്മൾ കൾച്ചർ ചെയ്തെടുത്തു, ഈ ഓർഗാനിസത്തിനെ കൾച്ചർ ചെയ്തെടുത്ത ഓർഗാനിസത്തിനെ നമ്മളൊരു ഹെൽത്തി ഓർഗാനിസത്തിലേക്ക് കൊടുക്കുമ്പോൾ ആ ഓർഗാനിസം ഹെൽത്തി ആയിട്ടുള്ള, ഇപ്പോൾ അനിമലെ സപ്പോസ് നമ്മളൊരു അനിമലിലാണ് ഈ സ്റ്റഡി നടത്തുന്നതെങ്കിൽ ആ അനിമലിലേക്ക് കൊടുക്കുമ്പോൾ അനിമലിന് എഗെയിൻ ഇൻഫെക്ഷൻ ഉണ്ടാവണം. അതായത് ആ ഹെൽത്തി ആനിമൽ ഡിസീസ്ഡ് ആനിമലായിട്ട് മാറണം. ഇനി ലാസ്റ്റ് പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് ദ ഓർഗാനിസം മസ്റ്റ് ബി ഏബിൾ ടു ബി ഐസൊലേറ്റഡ് ഫ്രം ദ ഇൻഫെക്റ്റഡ് ആനിമൽ. സോ അദ്ദേഹത്തിൻ്റെ ഇൻഫെക്ഷ്യസ് ഡിസീസസിനെ പറ്റിയുള്ള സ്റ്റഡീസിൽ ഒരു ഇൻഫെക്ഷ്യസ് മൈക്രോ ഓർഗാനിസത്തിനെ പറ്റിയുള്ള പോസ്റ്റുലേറ്റ്സ് അല്ലെങ്കിൽ ക്രൈറ്റീരിയയാണ് അദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്നത്. 4 ബേസിക് ക്രൈറ്റീരിയ ഉണ്ട്. 4 ബേസിക് ക്രൈറ്റീരിയയിൽ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ആ ഓർഗാനിസം ഒരു ഡിസീസ്ഡ് ആയിട്ടുള്ള ആനിമലിൻ്റെ ബോഡിയിൽ ഫൈൻഡ് ആയിരിക്കണം. അല്ലല്ല ഡിസീസ് ഇല്ലാത്ത ഒരു ബോഡിയിൽ ഒരിക്കലും ഉണ്ടാവാനും പാടില്ല. ഇനി നമ്മളതിനെ സെപ്പറേറ്റ് ചെയ്തെടുത്ത് ഐസൊലേറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഗ്രോ ചെയ്യാൻ പുറത്ത് ഇൻ വിട്രോ എന്ന് പറഞ്ഞാൽ എന്താണ്, ബോഡിയിൽ പുറത്ത്. അതായത് ഇൻ വൈവോ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ അല്ലെങ്കിൽ ലിവിങ് സെല്ലിനുള്ളിൽ, ഇത് ലിവിങ് സെല്ലിൽ നിന്ന് പുറത്തെടുത്ത് കൾച്ചർ ചെയ്യാൻ നമുക്ക് പറ്റണം. ഇനി തേർഡ് പോസ്റ്റുലേറ്റ് എന്ന് പറയുമ്പോൾ കൾച്ചേർഡ് ഓർഗാനിസം ഹെൽത്തി ആനിമലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റണം. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഓർഗാനിസം ഏത് അനിമലിനെയാണോ ചൂസ് ചെയ്യുന്നത് ആ അനിമലിന് ഇൻഫെക്ഷൻ ഉണ്ടാവാൻ കാരണമാവണം അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കിയിരിക്കണം. ഇനി അടുത്തത് ദ ഓർഗാനിസം മസ്റ്റ് ബി ഏബിൾ ടു ബി ഐസൊലേറ്റഡ് ഫ്രം ദ ഇൻഫെക്റ്റഡ് ആനിമൽ. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ കോച്ച് പോസ്റ്റുലേറ്റ് ഓഫ് ഇൻഫെക്ഷ്യസ് ഓർഗാനിസം എന്ന് നമ്മൾ പറയുക. നെക്സ്റ്റ് ജോസഫ് ലെസ്റ്ററിനെ പറ്റി നമ്മൾ പറയുമ്പോൾ മെയിനായിട്ടും അദ്ദേഹം സർജറി ഫോക്കസ് ചെയ്തിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഇൻവേഷൻസ് ഇൻ സർജറി,
അപ്പോൾ എങ്ങനെയാണ് ഒരു സർജിക്കൽ വൂണ്ടൊക്കെ ഉണ്ടാകുമ്പം അല്ലെങ്കിൽ സർജിക്കൽ ഇൻവേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെ മൈക്രോ ഓർഗാനിസം ഫ്രീ ആയിട്ട് എങ്ങനെ ആൻറ്റിസെപ്റ്റിക് ആയിട്ട് എസെപ്റ്റിക് കണ്ടീഷൻ എന്ന് പറയും, മൈക്രോ ഓർഗാനിസം ഫ്രീ കണ്ടീഷനിൽ എങ്ങനെ ഒരു സർജറി ക്യാരി ഔട്ട് ചെയ്യാം, ഇനി ഒരു സർജറിയിൽ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഇൻഫ്ലുവൻസ് എങ്ങനെയുണ്ട് എന്ന് കണ്ടുപിടിച്ച വ്യക്തി അല്ലെങ്കിൽ അതിനെപ്പറ്റി റിസർച്ചും സ്റ്റഡീസും നടത്തിയ വ്യക്തിയാണ് ജോസഫ് ലിസ്റ്റർ. സോ ഹീ ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ആൻറ്റിസെപ്റ്റിക് സർജറി, അതായത് മൈക്രോ ഓർഗാനിസം ഫ്രീ സർജറി, അതിൻ്റെ ഫാദർ ഓഫ് ആൻറ്റിസെപ്റ്റിക് സർജറി എന്നാണ് നമ്മൾ ജോസഫ് ലിസ്റ്റർ പറയുക. സോ ഫണ്ടമെന്റൽ റെവല്യൂഷൻസ് ഇൻ ഇൻട്രൊഡക്ഷൻ ഓഫ് ആൻറ്റിസെപ്റ്റിക് മെത്തേഡ് അല്ലെങ്കിൽ അസെപ്റ്റിക് മെത്തേഡ് എന്ന് പറയും. മൈക്രോ ഓർഗാനിസം ഫ്രീ ആയിട്ടുള്ള കണ്ടീഷൻസിൽ എങ്ങനെ നമുക്ക് ഇഫക്റ്റീവായിട്ട് സർജിക്കൽ മെത്തേഡ്സ് പ്രിപ്പയർ ചെയ്യാം അല്ലെങ്കിൽ സർജിക്കൽ മെത്തേഡ്സ് പെർഫോം ചെയ്യാം എന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് ജോസഫ് ലിസ്റ്റർ. സോ നെക്സ്റ്റ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഓരോന്നും ഈ സെയിം ഇറായിൽ നമ്മുടെ ഗോൾഡൻ ഇറായിൽ തന്നെയുള്ള ഫർദർ ഫൈൻഡിങ്സ് ആണ്. അത് ഫൈൻഡ് ചെയ്ത മേജർ ആയിട്ടുള്ള എന്തൊക്കെയാണ് ഫൈൻഡിങ് ഏതാണ്, അത് നടത്തിയ സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ബാക്ടീരിയോളജിസ്റ്റ് ആരാണ്, മൈക്രോബയോളജിസ്റ്റ് ആരാണെന്ന് നോക്കാൻ പോവാണ്. ഇവാനോസ്കി ഹാഡ് ഫൗണ്ട് ദ എക്സിസ്റ്റൻസ് ഓഫ് വൈറസസ്. നെക്സ്റ്റ് ഇസ് വോൾട്ടർ റീഡ്, അദ്ദേഹമാണ് യെല്ലോ ഫീവർ വാസ് കോസ്ഡ് ബൈ വൈറസസ്, ആ ഒരു ഫൈൻഡിങ് നടത്തിയത് വോൾട്ടർ റീഡാണ്. നെക്സ്റ്റ് എഡ്വേർഡ് ജെന്നർ, നമുക്കറിയാം വാക്സിനേഷൻ ഓഫ് സ്മോൾ പോക്സ്, വാക്സിനേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു വാക്സിൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് എഡ്വേർഡ് ജെന്നർ ആണ്. എഡ്വേർഡ് ജെന്നർ ഇൻട്രൊഡ്യൂസ് ദ മെത്തേഡ് ഓഫ് വാക്സിനേഷൻ ഓഫ് സ്മോൾ പോക്സ്. സെയിം ആ ടേം കോയിൻ ചെയ്തത് ലൂയിസ് പാസ്റ്റർ ആണെങ്കിൽ കൂടിയും വാക്സിനേഷൻ ഫോർ സ്മോൾ പോക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എഡ്വേർഡ് ജെന്നർ ആണ്. നെക്സ്റ്റ് ഇസ് മെഡ്വർ ആൻഡ് ബ്രൂണറ്റ് ദേ ഹാവ് ഡെവലപ്ഡ് മെത്തേഡ്സ് ഓഫ് ഇമ്മ്യൂണോസപ്രഷൻ ഇൻ ദ സെൻസ് നമ്മുടെ ബോഡി തന്നെ നമ്മൾ എന്താ പറയുക ഇനേറ്റായിട്ട് നമ്മുടെ ബോഡി തന്നെ സെൽഫ് റിയാക്ട് ചെയ്യുന്ന അതിന് എഗിനിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്മ്യൂണോസപ്രഷൻ മെത്തേഡ്സ് കൊണ്ടുവന്നത് മെഡ്വർ ആൻഡ് ബ്രൂണറ്റ് ആണ്. നെക്സ്റ്റ് സക്കറിയ ആൻഡ് ഹാരിസ് ജസൻ, ദേ ഹാവ് ഡെവലപ്ഡ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. നമുക്ക് ഇത്രയും കാലം ഉണ്ടായിരുന്നത് സിമ്പിൾ മൈക്രോസ്കോപ്പാണ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഡെവലപ്പ് ചെയ്ത് സക്കറിയാസ് ആൻഡ് ഹാൻസ് ജാൻസൺ, അവരാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഡെവലപ്പ് ചെയ്തത്. നെക്സ്റ്റ് ഇസ് നമ്മുടെ എന്താ പറയുക വൈറ്റ് ബ്ലഡ് സെൽസിന് WBCക്ക് അല്ലെങ്കിൽ ഫാഗോസൈറ്റ്സിന് ആൻറ്റി ബാക്ടീരിയൽ ആക്ഷൻ ഉണ്ട് എന്ന് കണ്ടെത്തിയത് എലി മെച്നോഫ് ആണ്. നമ്മുടെ WBC അല്ലെങ്കിൽ ഫാഗോസൈറ്റിക് സെൽസിന് നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡിലുള്ള WBC അല്ലെങ്കിൽ ഫാഗോസൈറ്റിക് സെല്ലിന് ആൻറ്റി ബാക്ടീരിയൽ ആക്ടിവിറ്റി ഉണ്ട് എന്നുള്ള ഫൈൻഡിങ് ഉണ്ടായത്. നെക്സ്റ്റ് ഇസ് കീമോതെറാപ്പി. ഇതിൽ നമ്മൾ പോൾ എർലിച്ച് എന്ന് പറയുന്ന ഫാദർ ഓഫ് കീമോതെറാപ്പി എന്ന് നമ്മൾ പറയാം. കീമോതെറാപ്പി വെച്ചാൽ കെമിക്കൽ യൂസ് ചെയ്തുള്ള ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അദ്ദേഹം സർട്ടൻ കെമിക്കൽസ് സച്ച് ആസ് ആർസനിക് ദേ ആർ ടോക്സിക് ടു ബാക്ടീരിയ. അപ്പോൾ കീമോതെറാപ്പി, സോ അതിൽ നിന്നാണ് ആൻറ്റി ബാക്ടീരിയൽ ഏജൻസിനെ ഫർദർ നമ്മൾ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ പോൾ എർലിച്ചിൻ്റെ ഒരു ഫൈൻഡിങ് ആണ് വീണ്ടും ആൻറ്റി ബാക്ടീരിയൽ ഏജൻസ് അങ്ങനെയുള്ള കെമിക്കൽസ് ഉണ്ട് നമ്മളുടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് സിന്തസൈസ് ചെയ്തെടുക്കാം എന്ന് കണ്ടെത്തിയത് പോൾ എർലിച്ചാണ്. നെക്സ്റ്റ് ഇസ് ഡെവലപ്മെന്റ് ഓഫ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. നമ്മൾ പറയും വൺ ഓഫ് ദ മോസ്റ്റ് മോഡേൺ മെത്തേഡ് ഓഫ് മൈക്രോസ്കോപ്പി എന്ന് പറയുന്നത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പാണ്. സിമ്പിൾ മൈക്രോസ്കോപ്പ് കണ്ടു, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് കണ്ടു. നെക്സ്റ്റ് ഇസ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ റസ്ക ഹാസ് ഡെവലപ്ഡ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, പ്രിമിറ്റീവ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഇപ്പം നമ്മൾ കാണുന്ന മോഡേൺ ഫോം അല്ല, ഏർലി ഫോം ഓഫ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. നെക്സ്റ്റ് ഈസ് ഡിഫ്തീരിയ ടോക്സിൻ. റോക്സ് ആൻഡ് യെർസിൻ ദേ ഹാവ് ഡിസ്കവേർഡ് ഡിഫ്തീരിയ ടോക്സിൻ. സോ ഈ ഒരു എല്ലാ ഇന്നോവേഷൻസും നടക്കുന്നത് നമ്മൾ ഗോൾഡൻ ഇറ എന്ന് പറയുന്ന ആ ഒരു ഇറയിലുള്ള ഡിഫറെൻറ്റ് ഇയേഴ്സിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈമിലാണ് ഇത്രയും ഇന്നോവേഷൻസ് നടക്കുക. നെക്സ്റ്റ് ഇറ എന്ന് പറയുന്നത് മോഡേൺ ഇറ ആണ്. സോ മോഡേൺ ഇറയിൽ ഉണ്ടായ മേജർ ബ്രേക്ക് ത്രൂ ആയിട്ടുള്ള ഇന്നോവേഷൻസ് ആണ് നമ്മൾ പറയുക. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് വന്നത് ഡിഫ്തീരിയ ആൻറ്റിടോക്സിൻ. ഏർലി നമ്മൾ പറഞ്ഞു ഡിഫ്തീരിയ ടോക്സിൻ്റെ ഇന്നോവേഷൻ ആൻഡ് നൗ ഇസ് ഡിഫ്തീരിയ ആൻറ്റിടോക്സിൻ. ഡിഫ്തീരിയ ആൻറ്റിടോക്സിൻ്റെ ഇന്നോവേഷൻസ് നമ്മൾ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ നോക്കുമ്പോൾ കാണുന്നത് ഏർലി 1890s ആൻഡ് ഏർലി 90s ആണ്. എക്സാക്ട്ലി നമുക്കൊരു ഇയർ പറയാൻ പറ്റില്ല. കൂടുതലും എക്സാക്ട്ലി ഇയർ എന്ന് പറയുന്നത് 1901 എന്ന് പറയുന്നു, ഓർ ഇറ്റ് ഈസ് ഏർലി 1900s അല്ലെങ്കിൽ 1890s എന്ന് പറയും. ദാറ്റ് ഈസ് ഡിസ്കവറി ഓഫ് ഡിഫ്തീരിയ ആൻറ്റിടോക്സിൻ. ഇനി 92-ൽ മലേറിയയുടെ ഇൻഫെക്ഷ്യസ് ഡിസീസായ മലേറിയ കണ്ടെത്തി. റൊണാൾഡ് റോസസ് ഫൗണ്ട് മലേറിയ. ഇനി 1945-ലാണ് നമ്മുടെ ബാക്ടീരിയൽ ഇൻഫെക്ഷ്യസ് ഡിസീസസിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ മൈൽ സ്റ്റോൺ ആയ പെനിസിലിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക്കിൻ്റെ ഇൻവെൻഷൻ. ഇനി നമ്മൾ സ്ട്രക്ചർ ഓഫ് DNA
അതായത് ഓരോ മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ ഹ്യൂമൻ സെല്ലെല്ലാം DNA കമ്പോസ്ഡ് ആണ്. ആ DNAയുടെ സ്ട്രക്ചർ വാട്സൺ ആൻഡ് ക്രിക്ക് ഹസ് ഫൗണ്ട് ഇൻ 1902. ഇനി അടുത്തത് 1997 പ്രയോൺസ് വൈറസ് അസോസിയേറ്റഡ് ആയിട്ടുള്ള പ്രയോൺസിൻ്റെ ഇൻവെൻഷൻ നടക്കുന്നത് 1997 സോ മോഡേൺ ഇറയിൽ മാർക്ക് ചെയ്ത അല്ലെങ്കിൽ മാർക്ക്ഡ് ആയിട്ടുള്ള കുറച്ച് കണ്ടുപിടുത്തങ്ങളാണ് അല്ലെങ്കിൽ മാർക്ക്ഡ് ആയിട്ടുള്ള കുറച്ച് ഫൈൻഡിങ്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. സോ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഗോൾഡൻ ഇറയിലുള്ള മേജറായിട്ടുള്ള ബ്രേക്ക് ത്രൂ ആയിട്ടുള്ള ഇന്നോവേഷൻസ്, അതുപോലെ തന്നെ മോഡേൺ ഇറയിൽ സംഭവിച്ചിട്ടുള്ള മാർക്ക്ഡ് ആയിട്ടുള്ള ഈവൻറ്റ്സ്, ഇതിനെ ബേസ് ചെയ്ത് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് പ്രോബബിൾ ആണെന്ന് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ലൂയിസ് പാസ്റ്റർ ഇസ് റെക്കഗ്നൈസ്ഡ് as one of the founders of modern bacteriology because he has discovered എന്താണ് മൈക്രോബിയൽ ഫെർമെൻറ്റേഷൻ അല്ലെ, മൈക്രോബിയൽ ഫെർമെൻറ്റേഷൻ, പാസ്ചറൈസേഷൻ, അതുപോലെ തന്നെ കുറച്ച് മൈക്രോബിയൽ ടേംസ് ഇതെല്ലാം കോയിൻസ് ചെയ്തത് ലൂയിസ് പാസ്റ്ററാണ്. വൈറോളജി, ഇമ്മ്യൂണോളജി, സെൽ ബയോളജി, അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്സ് കൂടുതലും മൈക്രോബിയൽ ഫെർമെൻറ്റേഷൻ, പാസ്ചറൈസേഷൻ ബേസ്ഡിലുള്ള പ്രോസസ്സിലായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് the process introduced by Louis Pasteur to kill microorganisms in fluid like milk and fruit juices. ഓപ്ഷൻസിലേക്ക് പോവാതെ തന്നെ നമുക്ക് ആൻസർ പറയാൻ പറ്റും. ഇറ്റ് ഇസ് പാസ്ചറൈസേഷൻ. ആൻസർ ഇസ് ഓപ്ഷൻ സി, പാസ്ചറൈസേഷൻ. Next, conventional pasteurization involves heating of milk to a temperature 63 to 65 degrees Celsius. എത്ര സമയത്തേക്കാണ് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു ആ പോർഷൻ എടുത്ത സമയത്ത് 3 ടൈപ്പ് ഓഫ് പാസ്ചറൈസേഷനും ആ ടൈമും അതിൻ്റെ ഡ്യൂറേഷനുമാണ് നോക്കേണ്ടത്. സോ കൺവെൻഷണൽ പാസ്ചറൈസേഷൻ എന്ന് പറയുമ്പോൾ ആൻസർ ഇസ് ഓപ്ഷൻ സി, 30 minutes ഡ്യൂറേഷനാണ് ഉണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റോബർട്ട് കോച്ച് from his groundbreaking work identify the causative agent for infectious diseases including ഏത് ഇൻഫെക്ഷ്യസ് ഡിസീസസ് ആണ്, ക്വസ്റ്റ്യൻസ് ലോങ് ആണെങ്കിലും ഏത് ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണ് റോബർട്ട് കോച്ച് ഇൻവെൻറ്റ് ചെയ്തത് അല്ലെങ്കിൽ അദ്ദേഹം കണ്ടെത്തിയ ഇൻഫെക്ഷ്യസ് ഡിസീസ് ഈ ഓപ്ഷൻസിൽ ഏതാണ്? ഓപ്ഷൻ എ HIV, ബി ട്യൂബിക്കുലോസിസ്, സി മലേറിയ, ഡി ഇൻഫ്ലുവൻസ. സോ റോബർട്ട് കോച്ചിൻ്റെ മെയിനായിട്ടും ട്യൂബിക്കുലോസിസ് ആണ്. ഓപ്ഷൻ ബി, ആൻസർ ഇസ് ഓപ്ഷൻ ബി, ട്യൂബിക്കുലോസിസ്. ഇത് കൂടാതെ അദ്ദേഹത്തിൻ്റെ ഇൻവെൻഷനിലുള്ള ഡിസീസ് എന്ന് പറയുന്നത് ആന്ത്രാക്സ് വരും, അതുപോലെ തന്നെ കോളറ വരും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ 1876 കോച്ച് ഐസൊലേറ്റഡ് ദ ബാക്ടീരിയം റെസ്പോൺസിബിൾ ഫോർ ആന്ത്രാക്സ് ബൈ യൂസിങ് എന്ത് മെത്തേഡിലാണ് അദ്ദേഹം ഇത് നടത്തിയത്? ബാക്ടീരിയൽ കൾച്ചേഴ്സ് ഓൺ ഗ്ലാസ് സൈറ്റ്സ്. അത് വെച്ചിട്ടാണ് ആന്ത്രാക്സിന് കോസേറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ അദ്ദേഹം വിഷ്വലൈസ് ചെയ്തത് അല്ലെങ്കിൽ കണ്ടെത്തിയത്. Next, what term did Louis Pasteur coin to describe the study of organisms in microscopic size? Of course, option ഒന്നും ഇല്ലാതെ നമുക്കറിയാം, microbiology. Answer is option B, microbiology. Next, the germ theory of disease postulated by Louis Pasteur proposes that infectious diseases are caused by എന്താണ് infectious disease caused by the term germs എന്നാണ് പറയുക. ജേംസിനെ മെയിനായിട്ടും ജേംസ് ഓർ ബാക്ടീരിയ അങ്ങനെ ഒരു രീതിയിലായിരുന്നു ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് എക്സാക്ട് ടേം ഇൻഫെക്ഷൻസ് ആർ കോസ്ഡ് ബൈ അല്ലെങ്കിൽ ഡിസീസസ് ആർ കോസ്ഡ് ബൈ ജേംസ് എന്നാണ്. അതിനെ ഒരു ബാക്ടീരിയ എന്നുള്ളൊരു സെൻസിലായിരുന്നു ഏർലി സ്റ്റേജിൽ അത് ഉപയോഗിച്ചിരുന്നത്. നെക്സ്റ്റ്, ജോസഫ് ലിസ്റ്റർ ഇസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ആൻറ്റിസെപ്റ്റിക് സർജറി. അതെ, ആൻറ്റിസെപ്റ്റിക് സർജറിയുടെ ഫാദറിന് ജോസഫ് ലിസ്റ്റർ ആണ്. 2 ക്വസ്റ്റ്യൻ ഇതിനകത്ത് നമുക്ക് നോക്കാം. ഹൂ ഇസ് ദ ഫാദർ ഓഫ് ആൻറ്റിസെപ്റ്റിക് സർജറി? അതിനകത്ത് ജോസഫ് ലിസ്റ്റർ. സോ ഹിസ് റെവല്യൂഷണറി ഇൻട്രൊഡക്ഷൻ ഓഫ് അനസ്തീഷ്യ, ആൻറ്റിബയോട്ടിക്, അസെപ്റ്റിക് ടെക്നിക്സ്, സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ഏതായിരിക്കും? അസെപ്റ്റിക് ടെക്നിക്സ് ആണ് അല്ലേ. ഒരു സർജറി നടക്കുന്ന അല്ലെങ്കിൽ ഒരു വൂണ്ട് ഉണ്ടാകുന്ന കണ്ടീഷൻ എങ്ങനെ മൈക്രോ ഓർഗാനിസം ഫ്രീ ആയിട്ട് നടത്താമെന്നാണ് ജോസഫ് ലിസ്റ്റർ ദ ഫാദർ ഓഫ് ആൻറ്റിബയോട്ടിക് അല്ലെങ്കിൽ ആൻറ്റിസെപ്റ്റിക് സർജറി കണ്ടെത്തിയത്. നെക്സ്റ്റ്, what did Ivanovsky discover regarding virus? ഇവനോസ്കിയുടെ ഡിസ്കവറി എന്തായിരുന്നു? വൈറസിനകത്ത് their existence as filterable agents. അപ്പോൾ വൈറസ് ഡിസ്കവറിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ വൈറസ് എക്സ്പെരിമെൻറ്റ്സിലായിരുന്നു. ആ എക്സ്പെരിമെൻറ്റ്സിൽ their existence are filterable agents. certain agents ആയിട്ടാണ് വൈറസിനെ അദ്ദേഹം കണ്ടെത്തിയത്. നെക്സ്റ്റ്, ഹു ഡെമോൺസ്ട്രേറ്റഡ് ദാറ്റ് യെല്ലോ ഫീവർ വാസ് കോസ്ഡ് ബൈ വൈറസ്? ആരാണ്? ആൻസർ നമുക്കറിയാം, വോൾട്ടർ റീഡ് ആണ് യെല്ലോ ഫീവർ അല്ലെങ്കിൽ യെല്ലോ ഫീവറിൻ്റെ കോസേറ്റീവ് ഓർഗാനിസം ഒരു വൈറസ് ആണെന്ന് കണ്ടെത്തിയത്. നെക്സ്റ്റ് ഇസ് എഡ്വേർഡ് ജെന്നർ. എഡ്വേർഡ് ജെന്നർ ഹാസ് ഫൗണ്ട് വാക്സിനേഷൻ ഫോർ? ആൻസർ ഇസ് ഓപ്ഷൻ ബി, സ്മോൾ പോക്സ്. Which scientist developed the first compound microscope? സിമ്പിൾ മൈക്രോസ്കോപ്പ് കഴിഞ്ഞിട്ട് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആരാണ് ഡെവലപ്പ് ചെയ്തത്? It is by 2 scientists, Zacharias and Janssen. Who discovered antibacterial activity of WBC? വൈറ്റ് ബ്ലഡ് സെൽസിനും ഫാഗോസൈറ്റ്സിനും ആൻറ്റിബാക്ടീരിയൽ ആക്ടിവിറ്റി ഉണ്ടെന്ന് കണ്ടെത്തിയത് എലി മെച്നിക്കോഫ് ആണ്
അത് നേരെ തിരിച്ചും ചോദിക്കാം. ആൻറ്റി ബാക്ടീരിയൽ ആക്ടിവിറ്റി ഉള്ള സെൽസ് ആണ് ഏതൊക്കെ? ബ്ലഡ് സെൽസ് ആസ് വെൽ ആസ് ഫാഗോസൈറ്റ്സ്. നെക്സ്റ്റ്, ഹു ഡെവലപ്ഡ് ദ ഫസ്റ്റ് പ്രിമിറ്റീവ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്? ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇറ്റ് ഈസ് പ്രിമിറ്റീവ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഏർലി സ്റ്റേജിലുള്ള അല്ലെ കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് അല്ലാത്ത, സൊഫിസ്റ്റിക്കേറ്റഡ് അല്ലാത്ത പ്രിമിറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വാസ് ഡെവലപ്ഡ് ബൈ Ernst Ruska. Ernst Ruska has developed primitive electron microscope. So Louis Pasteur prepared the rabies vaccine. Rabies vaccine അദ്ദേഹമാണ് പ്രിപ്പയർ ചെയ്തത്. സ്മോൾ പോക്സ് വാക്സിൻ ആണെങ്കിൽ എഡ്വേർഡ് ജെന്നർ. അത് റാബീസ് വാക്സിൻ പ്രിപ്പയർ ഫ്രം സ്പൈനൽ ഫ്ലൂയിഡ് ഓഫ് ഇൻഫെക്റ്റഡ്. ഏത് ഓർഗാനിസം അല്ലെങ്കിൽ ഏത് ആനിമലിൽ നിന്നാണ് പാസ്റ്റർ റാബീസ് വാക്സിൻ പ്രിപ്പയർ ചെയ്തത്? അത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് സ്പൈനൽ ഫ്ലൂയിഡ് എന്നാണ്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം ദി സ്പൈനൽ ഫ്ലൂയിഡ് ഓഫ് ഓപ്ഷൻ എ റാബിറ്റ്സ്. റാബിറ്റ് ആണ് ആൻസർ. സോ അത് നമുക്ക് കോറിലേറ്റ് ചെയ്യാൻ, ലൈക്ക് റാബിറ്റ്, റാബീസ് സെയിം ടേം ഉണ്ട്. ആ ഇൻഫെക്ഷൻ്റെ പേരിലും അതുപോലെ തന്നെ ആനിമലിൻ്റെ പേരിലും നമുക്ക് സെയിം ടേം ഉണ്ട്. റാബീസ് ആൻഡ് റാബിറ്റ് ഒരു സിനോണിം പോലെ ഒരു സിമിലാരിറ്റി ഉള്ള ടേമാണ്. സോ ദാറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം റാബിറ്റ്സ്. Next, which of the following is not one of Louis Pasteur's contribution? Louis Pasteur's contribution അല്ലാത്തത് ഏതാണ്? നമുക്ക് ഓപ്ഷൻസ് ഗോ ത്രൂ ചെയ്യാം. ഡെവലപ്പിംഗ് റാബീസ് വാക്സിൻ. യെസ്, റാബീസ് വാക്സിൻ ഇസ് ഡെവലപ്ഡ് ബൈ ലൂയിസ് പാസ്റ്റർ. പ്രപ്പോസിംഗ് ദ ജോം തിയറി. യെസ്, ജോം തിയറിയുടെ ഒരു സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് അദ്ദേഹത്തിനുണ്ട്. കോയിനിങ് ദ ടേം മൈക്രോബയോളജി. യെസ്, മൈക്രോബയോളജി ടേം കോയിൻ ചെയ്തതും അദ്ദേഹമാണ്. ഫൈനലി ഡിസ്കവറിംഗ് ദ സ്ട്രക്ചർ ഓഫ് DNA. അല്ല, സ്ട്രക്ചർ ഓഫ് DNA വാസ് ലേറ്റർ ഡിസ്കവർഡ് ബൈ വാട്സൺ ആൻഡ് ക്രിക്ക്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഡിസ്കവറിംഗ് ദ സ്ട്രക്ചർ ഓഫ് DNA is not a contribution of Louis Pasteur. Next, the aseptic technique introduced by Joseph Lister were aimed in preventing എന്തായിരുന്നു അതിൻ്റെ ഒരു ബാക്ടീരിയൽ കണ്ടാമിനേഷൻ, വൈറൽ ഇൻഫെക്ഷൻ, ഫംഗൽ ഗ്രോത്ത് ആൻഡ് പാരസൈറ്റിക് ഇൻഫെസ്റ്റേഷൻ. ഇതിനകത്ത് നമ്മൾ ആൻസർ നോക്കുമ്പോൾ ബാക്ടീരിയൽ കണ്ടാമിനേഷൻ. ഇനി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ബാക്ടീരിയൽ കണ്ടാമിനേഷൻ ഡ്യൂറിങ് സർജറി. ഇനി വാട്ട് ആർ ദ മിനിമം ടെമ്പറേച്ചർ ഫോർ അൾട്രാ ഹൈ? അൾട്രാ ഹൈ പാസ്ചറൈസേഷൻ ടെമ്പറേച്ചർ എന്താണ്? ഹൈ ഇതിനകത്തുള്ളത് 90 to 100 ഡിഗ്രി സെൽഷ്യസിൽ സെക്കൻഡ്സ് ഓഫ് ടൈം സ്പാനിലാണ് നമ്മൾ അൾട്രാ ഹൈ പാസ്ചറൈസേഷൻ നടക്കുക. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, 90 to 100 ഡിഗ്രി സെൽഷ്യസ്. So Joseph Lister introduced antiseptic methods for the prevention of നമുക്കറിയാം bacterial infection and wounds, especially surgical woundsലുള്ള bacterial infection prevention. Robert Koch's work in bacteriology led to the significant advancement in understanding of ജനറ്റിക്സ് അല്ല, ഇവല്യൂഷൻ അല്ല, വാക്സിനേഷൻ അല്ല, മറിച്ച് ഇൻഫെക്ഷ്യസ് ഡിസീസ്. അദ്ദേഹത്തിൻ്റെ വർക്ക്സ് എല്ലാം ഉണ്ടായിരുന്നത് ഇൻഫെക്ഷ്യസ് ഡിസീസിലാണ്. അദ്ദേഹം ഫൈൻഡ് ചെയ്തതെല്ലാം ബാക്ടീരിയൽ അല്ലെങ്കിൽ മറ്റ് വൈറസ് കോസിംഗ് ആയിട്ടുള്ള ഇൻഫെക്ഷ്യസ് ഡിസീസസ് ആണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ഇൻഫെക്ഷ്യസ് ഡിസീസസ്. സോ അപ്പോൾ അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹിസ്റ്ററി ഓഫ് മൈക്രോബയോളജിയിൽ നമ്മൾ ബാക്കി പ്രൊസീഡ് ചെയ്യുന്ന ഗോൾഡൻ ആൻഡ് മോഡേൺ ഇയറയാണ്. അതുപോലെ അതിന് പോസിബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും പോർഷൻസിൽ ഗോ ത്രൂ ചെയ്യുക. താങ്ക് യു.